അങ്ങനെ ഞങ്ങളുടെ പ്രാക്ടീസൊക്കെ അവസാനിച്ചു. റിയലായിട്ട് ഞങ്ങൾ ഡാൻസ് പെർഫോം ചെയ്യാനുള്ള ദിവസമായി. സാറ്റർഡേ ആയിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാം. അങ്ങനെ അന്നത്തെ ദിവസം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ 2 പ്രോഗ്രാമൊക്കെ വരുന്നത്. ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നേരം ഉണ്ടായിരുന്നു. രാവിലത്തെ പ്രോഗ്രാം ഒരു നഴ്സിംഗ് ഹോമിലായിരുന്നു കേട്ടോ. അപ്പോൾ ആ നഴ്സിംഗ് ഹോമിൽ ഞങ്ങൾ ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് 11 മണി ആകുമ്പം ഞങ്ങൾ എത്തണമായിരുന്നു. ഞങ്ങളങ്ങനെ ഡ്രസ്സും ഒക്കെ രാവിലെ തന്നെ കോസ്റ്റ്യൂമൊക്കെ മാറി ഞങ്ങൾ അവിടെ ചെന്ന് ഡാൻസ് പെർഫോം ചെയ്തു. ഡാൻസിൻ്റെ പെർഫോമൻസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഡാൻസിൻ്റെ കൊറിയോഗ്രാഫിയൊക്കെ ടീന ചേച്ചി ആട്ടോ ചെയ്യുന്നത്. ടീന ചേച്ചി കുറേ നാളായിട്ട് UK-ലൊക്കെയുള്ള ചേച്ചി ഇങ്ങനെ ഡാൻസ് പെർഫോം ചെയ്യുന്നു. ഡാൻസിന് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യിക്കാറുണ്ട്. ഡാൻസ് താല്പര്യമുള്ളവരെയൊക്കെ സൗത്താംപ്ടൺ ബേസിൽ ചേച്ചി ഡാൻസ് പെർഫോം ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പലയിടത്തായിട്ട് ഇപ്പം എനിക്കായാൽ പോലും ഇവനെ ആയാൽ പോലും ചേച്ചി പഠിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചേച്ചിക്ക് ഒരു മടിയും ഇല്ല കേട്ടോ, ചെറിയ പിള്ളേരെ പോലും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയതാണ് നഴ്സിംഗ് ഹോമിൽ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം അവിടുത്തെ മാനേജർ ഉൾപ്പെടെ, മാനേജറിൻ്റെ പേര് കോളിൻ എന്നാണ്. പുള്ളി ഉൾപ്പെടെ ആ പെർഫോമൻസിനകത്ത് നല്ലപോലെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നത്. അവിടുത്തെ റെസിഡൻസ് ആയാൽ പോലും അവരും ഞങ്ങളുടെ അടുത്ത് ഡാൻസ് ചെയ്തു കേട്ടോ. അപ്പം അവരുടെ നിങ്ങൾക്ക് കാണാം, അവരാണെങ്കിൽ പറയുന്നത് അവർ പണ്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അവർക്ക് പ്രായമായതുകൊണ്ട് അവരുടെ കൈയും കാലും ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഭയങ്കര സങ്കടമൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ വിട്ടത്. അവർ ആ കിട്ടിയ ഒരു 1 ഹവറിൽ നല്ലപോലെ എൻജോയ് ചെയ്തു. ഞങ്ങൾ പിന്നെ കുറച്ച് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിക്ക് ഞങ്ങൾ പല കുറച്ച് ഡാൻസുകൾ ഞങ്ങളവിടെ പെർഫോം ചെയ്തു. അവരെ ഇൻവൈറ്റ് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ മനസ്സിലാവും അവർ നല്ലപോലെ എൻജോയ് ചെയ്ത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും ആ വീൽ ചെയറിലിരുന്നു അല്ലെങ്കിൽ ചെയറിലിരുന്ന് തന്നെ അവർ ഡാൻസ് കൈയിട്ട് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണാമായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.